അമ്പിളി, വിഷുവിന് ഇനി അധിക ദിവസമുണ്ടോ? അതുവരെ നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിച്ചു നിന്നാ മാത്രം മതി രഘുവേട്ട. വിഷു ആഘോഷിക്കാൻ വീണയടക്കമുള്ളവര് പഞ്ചരത്നത്തിൽ വരുമ്പോ ഞാനില്ലേ അവർക്കൊക്കെ വെച്ചു വിളമ്പി കൊടുക്കേണ്ടത്? പറ്റില്ലെന്ന് പറഞ്ഞാലേ അച്ഛന് രഘുവേട്ടനും അത് വിഷമാവും. ബന്ധങ്ങളുടെ കെട്ടുപാടിൽ കിടന്ന് നിസ്സഹായി പോകുമ്പോഴാ പല സ്ത്രീകളും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നേ. എല്ലാരും നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ, ഇവിടെ തൊഴുതുള്ളൂ. വിച്ചൂട്ടാ, മോനെ വിച്ചൂട്ടാ, ഒച്ചയുണ്ടെങ്കിലേ അമ്പാട്ടി തൊഴു. കൈകൂപ്പി തൊഴുതേ. അമ്മേ ദേവി, എന്റെ മക്കളെ ആയുരാരോഗ്യ സുഖം നൽകി അനുഗ്രഹിക്കണേ. ദേവി കാത്തിരക്ഷിക്കണേ. മഞ്ചേരിമോളെ, വാ വാ വാ. കരയട്ടോ. കരയല്ലേ കരയല്ലേ. ദേ ചന്ദനം തൊടാലോ. ഇന്ന് മോളുടെ 20ാം ജന്മവാർഷിക. ഇന്നത്തെ ദിവസം മോള് അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. ഞാനിന്ന് പുലർച്ചെ അമ്മയെ സ്വപ്നം കണ്ടച്ച. അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ലെങ്കിലും സ്വപ്നത്തെ കണ്ടപ്പോ നല്ല പരിചയമുള്ളതുപോലെ തോന്നി. അതങ്ങനെ മോളെ, മോളുടെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള സങ്കല്പം എന്താണോ അതേ രൂപമായിരിക്കും സ്വപ്നത്തിലും തെളിയുന്നത്. എന്തായാലും അമ്മയുടെ ആത്മാവ് മോളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വപ്നത്തിൽ വന്നത്.